ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ജോസ് തരിയത്ത്, തനിനാട് മലയാളി. ഞാനിന്നൊരു ചെറിയ യാത്രയ്ക്ക് പോവാണ്. ദൂരമൊന്നുമല്ല, കോട്ടയം വരെ. അപ്പോൾ ഇന്നെൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ജോബി ആണ്. അദ്ദേഹമാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി ടൈമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ചെറിയ വീഡിയോകൾ ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വീഡിയോകൾ കാര്യമായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് ചാൻസ് കിട്ടിയില്ല. ഇത്തിരി തിരക്കായിരുന്നു. 1930കളിലും 40കളിലും അമേരിക്കയിൽ ഒരു സിനിമാ പരമ്പരയുണ്ടായിരുന്നു, ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററിൻ്റെ. ആ മോൺസ്റ്ററിനെ അടിസ്ഥാനമാക്കി ഇങ്ങനൊരു മൂവി ഉണ്ടായിരുന്നു. വെറും സ്റ്റുപ്പിഡ് ഹൊറർ മൂവിയാണെന്നാണ് പറയുന്നത്, പക്ഷേ അത്ര വലിയ ഹൊററൊന്നുമില്ല അതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കഥാബിന്ദു എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാഡ് സയൻറ്റിസ്റ്റ് ഒരു ഇതുപോലെയുള്ളൊരു ഫ്രാങ്കൻസ്റ്റൈൻ, ഒരു മോൺസ്റ്ററെ പുള്ളി ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ആ മോൺസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ലോകത്തിൽ ആകെ തകർക്കുകയാണ്. കൊള്ളിവയ്പ്പും തീവട്ടി കൊള്ളുകയും ചെയ്യുകയാണ് ഈ മോൺസ്റ്റർ. അവസാനം ഈ മാഡ് സയൻറ്റിസ്റ്റ് തന്നെ ഈ മോൺസ്റ്ററെ, ഫ്രാങ്കൻസ്റ്റൈനെ കൊല്ലുവാൻ ശ്രമിച്ചു, വധിക്കാനായിട്ട്. പക്ഷേ എന്തുണ്ടായി? വധിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ മോൺസ്റ്റർ അതിന് ജന്മം കൊടുത്ത ഈ മാഡ് സയൻറ്റിസ്റ്റിനെ തന്നെ കൊല്ലുന്നു. ഇതാണ് കഥയുടെ പരമ്പര. ഞാനിത് പറയാൻ കാരണം, ഈ മാഡ് സയൻറ്റിസ്റ്റിനെ പോലെയാണ് നമ്മളുടെ മെത്രാന്മാർ, അല്ലെങ്കിൽ മെത്രാൻ സിനഡ്, അല്ലെങ്കിൽ സഭാധികാരികൾ. വ്യക്തമായി പറഞ്ഞാൽ ഈ MTNS അല്ലെങ്കിൽ കൽദായവാദികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ 62 വർഷം എടുത്ത് നോക്കിയെങ്കിൽ ഉണ്ടായിരുന്നിട്ടില്ല. 1-2 പേരുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു കാണാതിരിക്കും. പക്ഷേ അങ്ങനെ ഒരു മൂവ്മെൻറ്റ്, അങ്ങനെ ഒരു പ്രസ്ഥാനം ഈ അതിരൂപതയിൽ ഉണ്ടായിരുന്നില്ല. അതിന് ജന്മം കൊടുത്ത വേറെ ആരുമല്ല, ആലഞ്ചേരിയും അദ്ദേഹത്തിൻ്റെ കൽദായ ഏജൻറ്റുമാരുമാണ്. അവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഇന്നത്തെ എറണാകുളം അതിരൂപതയിലെ കൽദായവാദികൾ. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇവിടെ ജനാഭിമുഖ കുർബാനക്കാർക്ക് ഒരു എതിർ പാർട്ടിയുണ്ട്, എതിർ കക്ഷിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കൽദായ ഗ്രൂപ്പിനെ അവർ സൃഷ്ടിച്ചത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കൽദായ ഗ്രൂപ്പിന് എറണാകുളത്ത് യാതൊരു വിധത്തിലുള്ള മെജോറിറ്റി ഇല്ല. ഓക്കെ, നമ്മൾ 5000 ജനങ്ങൾ കൂടുന്നിടത്ത് അവർക്ക് 50 പേരെ കൂട്ടാൻ സാധിക്കുന്നില്ല. എങ്കിലും ഇവരുടെയൊക്കെ പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മളുടെ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾക്കൊപ്പമാണ് വിരളിൽ എണ്ണാവുന്ന MTNSകാരും കൽദായവാദികളും എന്നാണ്. എന്നിട്ടിപ്പോൾ എന്തായി? അവർ സൃഷ്ടിച്ച ആ ഗ്രൂപ്പിനെ നിലയ്ക്ക് നിർത്തുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പം ഈ എറണാകുളത്തൊരു സമവായത്തിനോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനോ വഴങ്ങുവാൻ അവർ തയ്യാറല്ല. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അവർ സൃഷ്ടിച്ച ആ പ്രസ്ഥാനം തന്നെ ഇപ്പോൾ ബിഷപ്പുമാർക്കിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സാക്ട്ലി ലൈക്ക് ഫ്രാങ്കൻസ്റ്റൈൻ. താങ്ക് യു വെരി മച്ച്.